നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു പിടിക്കപ്പെടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 47 മുതൽ 56 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവീൻ എന്ന് അവർക്കൊരു അടയാളം കൊടുത്തിരുന്നു. ഉടനെ അവൻ യേശുവിൻ്റെ അടുക്ക വന്ന് റബ്ബി വന്ദനം എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിനെ കൈ വെച്ചു അവനെ പിടിച്ചു. അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുത്തൻ കൈനീട്ടി വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാതറുത്തു. യേശു അവനോട് വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ച് കൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തിയാകും? ആ നാഴികയിൽ യേശു പുരുഷാരത്തോട്, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു. ഞാൻ ദിവസേന ഉപദേശിച്ചും കൊണ്ട് ദേവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. യേശു സാധാരണ പ്രാർത്ഥിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഗത്സമന തോട്ടത്തിലാണ് യേശുവിനെ പിടിക്കാൻ വാളും വടിയുമായിട്ട് ആളുകൾ വന്നത്. തീർച്ചയായിട്ടും യേശു നിരായുധനാണെന്നറിയാം. യേശുവിൻ്റെ ശിഷ്യന്മാരും നിരായുധരാണ്. അവരിന്നുവരെ ആരെങ്കിലും ഉപദ്രവിച്ചതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ ഈ വാളും വടിയും വലിയ സന്നാഹമൊന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഒരു കൊടും കുറ്റവാളിയെ പിടിക്കുന്നത് പോലെ യേശുവിനെ പിടിച്ചത് യേശുവിനെ അപമാനിക്കാനായിരുന്നു. യൂദ അവർക്ക് മുൻ നടന്നിട്ട് യേശുവിനെ ചുംബിച്ചു. യൂദ പറഞ്ഞിരുന്നു, ഞാൻ ആരെ ചുംബിക്കുമോ അവനാണ് യേശു, അവനെ നിങ്ങൾ പിടിക്കണമെന്ന്. കാരണം ഈ ചേവകരായ പുറജാതിക്കാർക്ക് യേശു ആരാണ് എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് യൂദ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ ഇടയായത്. എന്തുകൊണ്ടാണ് ശിഷ്യന്മാരിൽ ഒരുത്തൻ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഇടയായത്? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അത്ര നന്ദി കെട്ടവനാണ് എന്ന് നമ്മെ ഒരു പാഠം പഠിപ്പിക്കാനാണ്. 41-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. എൻ്റെ അപ്പം തിന്നവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നന്മ അനുഭവിച്ചവൻ എന്നാണ്. ബ്രെഡ് എന്ന് പറഞ്ഞാൽ, അപ്പം എന്ന് പറഞ്ഞാൽ നന്മയെന്നും അതുപോലെ തൊഴിലെന്നും കൂലിയെന്നും രോഗസൗഖ്യമെന്നും അർത്ഥമുണ്ട്. രോഗസൗഖ്യത്തെ യേശു മക്കളുടെ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അപ്പം തിന്നവൻ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് നന്മ അനുഭവിച്ചവൻ. കഴിഞ്ഞ 3.5 വർഷക്കാലം യേശുവിൻ്റെ ചെലവിലാണ് യൂദ ജീവിച്ചത്. പക്ഷെ അതൊന്നും യൂദ ഇവിടെ ഓർക്കുന്നില്ല. അവൻ തികഞ്ഞ നന്ദികേട് കാണിക്കുകയാണ്. 30 വെള്ളിക്കാശിനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് പ്രവചന പുസ്തകത്തിൽ സഖറിയാവിൽ ഉള്ള കാര്യം നാം മുമ്പേ കണ്ടതാണ്, നമുക്കറിയാം. അതുപോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നയാൾ അവൻ കൊല്ലപ്പെടുമെന്നും അല്ലെങ്കിൽ അവൻ മരിക്കുമെന്നും അവൻ്റെ ഭാര്യ വിധവയും മക്കൾ അനാഥരുമാകുമെന്നും അവര് ഒന്നുമില്ലാത്തവരാകും എന്നും ശപിക്കപ്പെടുമെന്നും 109-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ ഉള്ള സകല കാര്യങ്ങളും പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്.
യേശുവിനെ അവർ പിടിച്ചപ്പോൾ അവർ വിചാരിച്ചു അവരുടെ കഴിവുകൊണ്ടാണ്, അവരുടെ ശക്തി കൊണ്ടാണ്, അവരുടെ മിടുക്കുകൊണ്ടാണ് എന്നവർ വിചാരിച്ചു. ബൈബിൾ വായിക്കുന്ന ചിലർക്ക് അങ്ങനെ തോന്നുകയും ചെയ്യും. യേശു ആദ്യകാലത്ത് കുറേ അത്ഭുതമൊക്കെ ചെയ്തു, കുറേ സ്ഥിതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനമായപ്പോഴത്തേക്കും അതൊന്നും ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് യേശുവിനെ പിടിക്കാനിടയായതെന്ന് അല്ല. ഇതൊക്കെ സംഭവിക്കണം. മനുഷ്യൻ്റെ ആത്മരക്ഷ സാധിക്കണമെങ്കിൽ, മനുഷ്യർ രക്ഷിക്കപ്പെടണമെങ്കിൽ, ദൈവത്താൽ പാപമോചനം പ്രാപിച്ച് സ്വർഗ അവകാശികളായി തീരണമെങ്കിൽ കർത്താവ് ഈ സകല നിന്ദയും സകല ശാപവും സകല അവഗണനയും സഹിച്ചേ തീരൂ. വാസ്തവത്തിൽ മനുഷ്യവർഗമാണ് ഇങ്ങനെയുള്ള നിന്ദയും അപമാനവും ഒക്കെ സഹിക്കേണ്ടത്. കാരണം അവർ പാപികളാണ്. അവരുടെ ആദിപിതാവ് ആദാം പാപം ചെയ്തതിനാൽ അവർ തീർച്ചയായിട്ടും സകല നിന്ദയും അപമാനവും ഒക്കെ അവർ വഹിക്കണം. അവർ വേദനപ്പെടണം, അവർ നിലവിളിക്കണം. എന്നാൽ യേശു ആദാമിൻ്റെ സന്തതിയിൽപ്പെട്ട ആളല്ല. ആദാം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. യേശുവിൻ്റെ ശരീരം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെയാണ് യേശു മണ്ണിൽ ലയിക്കാതിരുന്നത്. യേശുവിൻ്റെ ശരീരം സ്വർഗീയമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞിരുന്നു, നിങ്ങൾ മണ്ണിൽ നിന്നുള്ളവർ, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഭൗമികർ, ഞാൻ ഭൗമികനല്ല. യേശുവിൻ്റെ ശരീരം ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതല്ല എന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് യേശു മരിക്കേണ്ട ആവശ്യമില്ല, വേദനപ്പെടേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് സഹിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം തന്നിൽ പാപമില്ല. എന്നാൽ നമ്മുടെ പാപത്തെ യേശു ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. നമുക്ക് പകരം യേശു ശിക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ നിന്ദയും ഈ അപമാനവും അല്ലെങ്കിൽ ഈ വേദനയും, ഇതെല്ലാം ശാരീരികം മാത്രമല്ല മാനസികമായ വേദനയും യേശു സഹിക്കാനിടയായത്. മനുഷ്യവർഗത്തിന് പകരം അതെല്ലാം യേശു അനുഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ യേശുവിൻ്റെ അപ്പോസ്തലനായ പത്രോസിന് കഴിഞ്ഞില്ല. പത്രോസ് 2 വാള് ഉറയിൽ കരുതിയിരുന്നു, തൻ്റെ പോക്കറ്റിലിട്ടിരുന്നു. യേശു ആവർത്തിച്ച് പറയുമായിരുന്നു, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകുമെന്നുള്ള വചനം എന്നിൽ നിവൃത്തിയാവുമെന്ന്. പാവം പത്രോസ് വിചാരിച്ചു യേശുവിനെ ആളുകൾ വെട്ടിക്കൊല്ലാനാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ അവരെ വെട്ടും. നോക്കണേ, യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നതിനാലുള്ള ഒരു അവിവേകമാണിത്. യേശുവിനെ രക്ഷിക്കാൻ, ദൈവമായ യേശുവിനെ രക്ഷിക്കാൻ പത്രോസ് ശ്രമിക്കുകയാണ്. ദൈവമായ യേശുവിന് ആരുടെ സഹായം ആവശ്യമില്ല. അല്ലെങ്കിൽ പോലും യേശു ചോദിക്കുകയാണ്, 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ സഹായത്തിനായിട്ട് വേണമെന്ന് പറയാൻ എനിക്ക് കഴിയുകയില്ലയോ? സ്വർഗത്തിലെ സകല ദൂതന്മാരും യേശുവിൻ്റെ സഹായത്തിന് വരാൻ റെഡിയാണ് ഒരു വാക്ക് പറഞ്ഞാൽ. പക്ഷേ യേശു പറയുകയില്ല. എന്തുകൊണ്ട്? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ടാകുകയില്ല. നമ്മുടെ സകല നിന്ദയും സകല അപമാനവും സകല വേദനയും സകല ശാപവും യേശു ഏറ്റെടുത്തെങ്കിലേ മനുഷ്യവർഗത്തിന് രക്ഷയുണ്ടാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം ഇങ്ങനെ യേശുവിനെ ഒറ്റപ്പെടുത്തിയതിനാൽ, നമ്മുടെ ശിക്ഷ യേശുവിൻ്റെ മേൽ ചുമത്തിയതിനാൽ രക്ഷാമാർഗം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ആശ്രയിക്കുന്ന, അതിൽ ശരണപ്പെടുന്ന ഏതൊരാൾക്കും ഒരൊറ്റ നിമിഷം കൊണ്ട് പാപമോചനവും സ്വർഗവും കരഗതമാവുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ 1-ാം നൂറ്റാണ്ട് മുതൽ ലോകാവസാനം വരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും കേട്ടില്ലെന്ന് വരരുത്. ലളിതമായ വിശ്വാസത്താൽ ആരും പണം മുടക്കേണ്ട, പിന്നെ വലിയ പുസ്തകങ്ങൾ വായിച്ച് തള്ളണ്ട, തീർത്ഥയാത്ര നടത്തേണ്ട ആവശ്യമില്ല. യേശുവിനെ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്, എൻ്റെ നരകമേറ്റവനാണ് എന്ന് സമ്മതിച്ച് രക്ഷകനായി, കർത്താവായി, നാഥനായി, ഇടയനായി, ഉടയവനായി സ്വീകരിക്കാൻ തയ്യാറായാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ കഴിയും. അതാണ് സുവിശേഷം. അതിനാണ് യേശു ഇങ്ങനെ ഏകനായത്, സകല ശിക്ഷയെ അനുഭവിക്കുവാൻ തയ്യാറായത്. നമുക്ക് ഈ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.